ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെൻറ്റ് സൈസിലുള്ള ബ്ലൗസാണ്. അതായത് ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റ് ഹെവി ആയിട്ടുള്ളൊരു സൈസാണ് കേട്ടോ. ഇവിടെ ചെസ്റ്റ് 39.5യും ബ്രസ്റ്റ് 44 ആണ്. ടോട്ടലായിട്ട് 4.5 ഇഞ്ചാണ് വ്യത്യാസം വരുന്നത് ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റിന് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ വേസ്റ്റും ചെസ്റ്റും ഒരു ഇഞ്ചോളം വ്യത്യാസം വരുന്നുണ്ട്. അതായത് ചെസ്റ്റിനെക്കാട്ടിലും 1 ഇഞ്ച് മൈനസ് ആയിട്ടാണ് വേസ്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു ബ്ലൗസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റ് അളവുകൾ ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലെങ്ത്ത് 15 ഇഞ്ചാണ്, ചെസ്റ്റ് 39.5, ബ്രസ്റ്റ് 44, വേസ്റ്റ് 38, ഷോൾഡർ 16.5ആണ്, സ്ലീവ് 9 ഇഞ്ച്, സ്ലീവ് റൗണ്ട് 15, ബാക്ക് നെക്ക് 7, ഫ്രണ്ട് നെക്ക് 6.5. ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ അളവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസാണ് ഈ ബ്ലൗസ്. അപ്പോൾ നമുക്കിതിൽ ലെങ്ത്ത് 15 ഇഞ്ചാണ് വരുന്നത്. ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ ഷോൾഡറിനായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ച് കറക്റ്റായിട്ട് വെച്ചിട്ട് പ്ലസ് ഒരു 1/2 ഇഞ്ച് താഴ്ഭാഗം പീസ് വെച്ച് അടിക്കാനായിട്ടും അങ്ങനെ 15.5 ഇഞ്ച്. ടോട്ടലായിട്ട് നമുക്ക് 16 ഇഞ്ചാണ് കേട്ടോ വരിക. തയ്യൽ തുമ്പടക്കം 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയും താഴ്ഭാഗത്തെ 1/2 ഇഞ്ച് പീസ് വെക്കാനായിട്ട് വിട്ടുമല്ലോ. അപ്പോൾ അതും ഒന്ന് ലൈന് വരച്ചെടുക്കുക. നമ്മൾ ബ്ലൗസ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും ഇതേപോലെ ലൈന് വരച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. അല്ലാതെ ഓരോ അവിടെ ഡീസ് വെച്ച് ഓരോ ഡോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പഴകരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെക്കാട്ടിലും ഡീറ്റെയിൽ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതായത് വാട്സപ്പ് ചെയ്താൽ മതി, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് നമുക്ക് 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 7 ഇഞ്ച് ഷോൾഡറിൽ തയ്യൽ തുമ്പ് വിട്ടിട്ട് താഴെ അതേപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഒരു ലൈന് വരച്ചെടുക്കുക. ഇനി അടുത്തത് നമ്മുടെ കൈക്കുഴിയുടെ ബോക്സും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ 1/4 ബ്ലൗസിനെക്കാട്ടിലും 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നോക്കിയിട്ട് പിന്നീട് അത് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ 6 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 6.5 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ നെക്കിന് ചെയ്ത പോലെ തന്നെ ബോക്സ് വരയ്ക്കരുത്. ആ ഒരു ലൈന് കൈക്കുഴിയുടെ ലൈനാണല്ലോ നമ്മുടെ ചെസ്റ്റ് ലൈനായിട്ട് വരുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ലൈന് വരയ്ക്കണമെന്ന് മാത്രം. ഇനി അടുത്തത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് 39.5ആണ്. അപ്പോൾ 39.5 ഡിവൈഡഡ് ബൈ 6 ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. 6.5 ഇഞ്ചും 1 പോയിൻറ്റും അങ്ങനെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നാണ് ചെറിയ ഷോൾഡർ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ചെറിയ ഷോൾഡർ നമുക്കിവിടെ 3 ഇഞ്ചാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓരോ കസ്റ്റമറും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പറയും. അതാണ് നമ്മൾ ഇവിടെ ഈ ചെറിയ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്നതാണ് നെക്ക്. അതായത് നമ്മുടെ നെക്ക് വിത്ത് ബാലൻസ് വരുന്നത് 3.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ട് 3 ഇഞ്ചാണ് ഇനി ടോട്ടൽ ബാലൻസ് നമുക്ക് നെക്കിൻ്റെ വിത്തായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6.5 ഇഞ്ചിൽ 3 ഇഞ്ച് പ്ലസ് തയ്യൽ തുമ്പും കൂടിയിട്ടാണ് കേട്ടോ ഷോൾഡറിൻ്റെ അങ്ങനെ വിട്ടിട്ടുണ്ട്. അത് ബാലൻസ് വരുന്നത് നമ്മൾ നെക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെസ്റ്റ് 39.5ആണ്. അപ്പോൾ 39.5 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമുക്കിവിടെ 9.25 1 പോയിൻറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റാണ്. ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ആ ലൈനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് വരുന്നത് 44. അപ്പോൾ 44 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് നമുക്ക് 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രസ്റ്റിൻ്റെ ലൈനൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റ് ലൈൻ തന്നെയാണ്, അതായത് ബ്രസ്റ്റ് ഡിവൈഡഡ് ബൈ 4 തന്നെയാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ആ ഇറക്കം വരുന്നതും അതേപോലെ ലൂസ്. ബ്രസ്റ്റിൻ്റെ റൗണ്ടും നമ്മൾ അതേ ഫാർമുല വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മളെടുത്ത അതേ 11 ഇഞ്ച് വേണം ബ്രസ്റ്റിൻ്റെ അവിടെയും മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ അവിടുത്തെ ഈസ് അലവൻസ്, അതായത് ലൂസ് വിടേണ്ടത്. അപ്പോൾ എല്ലാ വീഡിയോസിലും എനിക്ക് വരുന്ന കമൻസാണ്
നിങ്ങൾ എന്തുകൊണ്ട് ചെസ്റ്റിൽ ലൂസ് വിടുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് വിടുന്നുണ്ട്. ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആയതുകൊണ്ടാണ്. 1/4 ബ്ലൗസിന് നമ്മളിതിൽ ചെസ്റ്റിൻ്റെ അവിടെ ഈസ് അലവൻസ് വിടില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസാണ്. അപ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ 1 ഇഞ്ച് ഈസ് അലവൻസ് എന്നുള്ളത് കൂടുതലാകാം കുറയാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതേപോലെ ബ്രസ്റ്റിലും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിന്, അതായത് 1 ഇഞ്ച് പ്ലസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തുവല്ലോ, അതും നമ്മുടെ ബ്രസ്റ്റിൻ്റെ ലൈനും കൂടി വേസ്റ്റ് വരെ നീളത്തിലൊരു ലൈന് വരച്ചെടുക്കുക. വേസ്റ്റിൻ്റെ ലൈന് തൊടുന്ന വരെ വരയ്ക്കണം കേട്ടോ. അടുത്ത് നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ 38 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 38 ഇഞ്ച് /4 ചെയ്യണം നമുക്ക്. അപ്പോൾ 9.5 ഇഞ്ചും 1 പോയിൻറ്റും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ 9.5 ഇഞ്ചും 1 പോയിൻറ്റും ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ 1/4 ചെയ്യുന്ന പോലെയല്ല, ഇതിൽ വേസ്റ്റിൻ്റെ അവിടെയും 1/2 ഇഞ്ച് നമുക്ക് ഈസ് അലവൻസ് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റെഡി അളവ് 9.5 ഇഞ്ചും 1 പോയിൻറ്റും പ്ലസ് 1/2 ഇഞ്ച് ഈസ് അലവൻസും, പിന്നെ ബാലൻസ് വരുന്നതാണ് നമ്മൾ ടക്കായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 1/4 ചെയ്യുന്ന പോലെ ടക്കിനെ നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യില്ല. ബാലൻസ് എത്രയാണോ വരുന്നത് അതങ്ങനെ നമ്മൾ ബാക്ക് ടക്കായിട്ട് പിടിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കറക്റ്റ്, ഒന്നും കൂടി പറയുകയാണ്, കറക്റ്റ് അളവിൽ നിന്നും 1/2 ഇഞ്ച് ഈസ് അലവൻസ് കൊടുത്തിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ ടക്കായിട്ട് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ 1 ഇഞ്ചാണ് ടക്കിനായിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3.5 ഇഞ്ചായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് 3 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് വിടുക അതിനനുസരിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഈ ഹെവി സൈസ് ബ്ലൗസിൽ നമ്മൾ ബ്ലൗസ് കറക്റ്റ് ബോഡിയിൽ ഫിറ്റ് ആണെങ്കിലും ഈ നെക്കിൻ്റെ ആ ഭാഗത്തു നിന്നും കൈക്കുഴിയുടെ അവിടേക്ക് ഒരു വലിച്ചു പിടിച്ച പോലെ ഒരു ഫീൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് വരാൻ മെയിൻ കാരണം നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് മുകളിൽ എത്ര അളവാണോ അതേ അളവ് താഴേക്ക് നമ്മൾ നെക്കിൻ്റെ ബോക്സായിട്ട് മാർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നല്ല ഹെവി സൈസ് ബ്ലൗസിൽ മുകളിൽ എത്രയാണോ വെക്കുന്നത് അതേ അളവ് താഴെ വെക്കരുത്. എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ്. സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും സെയിം ഒരേ അളവ് വെക്കുക. സൈസ് കൂടുതലുണ്ടെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് എക്സ്ട്രാ വെക്കണം കേട്ടോ. അതേപോലെ തന്നെയാണ് ഷോൾഡറിൻ്റെ അവിടെയും. ഇവിടെ എത്ര ഇഞ്ചാണ് ഉള്ളത് അതേ അളവ് വേണം. നെക്കിൻ്റെ ആ ബോക്സിൻ്റെ അവിടെ നിന്നായി വേണം നമുക്ക് കൈക്കുഴിയുടെ ബോക്സിലേക്ക് മാർക്ക് ചെയ്തെടുക്കാൻ. നിങ്ങൾക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവും, ഇതിൽ സ്ട്രൈറ്റ് ആയിട്ടല്ല ലൈന് ചെരിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ ഫിറ്റിങ് കറക്റ്റായിട്ട് വരിക. ഇപ്പോൾ എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ മുകളിൽ 3 ഇഞ്ചാണ് നമ്മൾ വെച്ചത് അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അതേ 3 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുകയാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 ബോക്സിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് അറിയും. 1/2 ഇഞ്ചോളം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇത്രയും നമുക്ക് ഇഞ്ചസ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടേക്ക് ആ വലിവും പിന്നെ ഒരു ഇറുക്കം വരുന്ന പ്രശ്നമൊക്കെ ഇത് കാരണമാണ് വരുന്നത്. ഇതേപോലെ തന്നെ ബോക്സ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കൈക്കുഴിയുടെ ബോക്സും സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ അവിടെയും ഒരു 1/2 ഇഞ്ചോളം വ്യത്യാസം വരും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ആവുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫിറ്റിങ് കറക്റ്റായിട്ട് വരാത്തത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഹെവി സൈസ് ബ്ലൗസിൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് നമുക്ക് കൈക്കുഴിയും കൂടി നോക്കാം. അപ്പോൾ ഇവിടെ 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 താഴെ ഒരു 1/4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് കൈക്കുഴി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ മാർക്ക് ചെയ്യാതെ ഈ റൗണ്ട് വെച്ചിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് അത് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ അളന്ന് നോക്കുമ്പോൾ 9.25 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് 9.25 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ കൈക്കുഴിയുടെ അളവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 ഇഞ്ച് എന്നുള്ളത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് കയറ്റി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് കൈക്കുഴിയുടെ റൗണ്ട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.
ഇപ്പം നമ്മൾ അരയിഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തപ്പോൾ 5.5 ഇഞ്ചായി. അപ്പോൾ ഇതിൻ്റെ പകുതി സെൻറ്റർ ഭാഗം എടുക്കുക, അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് എത്ര ഇഞ്ച് ഉണ്ടെന്നുള്ളത് നോക്കാം. അതായത് കൈക്കുഴിയുടെ റൗണ്ട് എത്രയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ വെറുതെ ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 9.25 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആം ഹോൾ റൗണ്ട് ഒന്ന് കനത്തിൽ വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതേ റൗണ്ട് വെച്ചിട്ട് തന്നെ അളവെടുക്കാവുന്നതാണ്. അതായത് അതങ്ങനെ നീങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡോട്ടായിട്ട് മാർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കും കൂടി ചെയ്തെടുക്കാം. നെക്കും അതേപോലെ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റൗണ്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാലൻസ് ഉള്ളത് ബാക്ക് ടക്കാണ്. അപ്പോൾ ആ ടക്ക് നമ്മൾ പൊതുവേ കൈക്കുഴിയുടെ അവിടെയാണ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇത് സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ ഭാഗത്തു നിന്ന് നോക്കാം കേട്ടോ. അതായത് ഷോൾഡർ മുകളിലത്തെ ചെറിയ ഷോൾഡറിൻ്റെ കറക്റ്റ് ഇതേപോലെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഈ ചെറിയ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ട് ഇവിടെ നിന്നും എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ 4.25 അല്ലെങ്കിൽ 4.25 ഒരു പോയിൻറ്റും വരും. അപ്പോൾ അതേ അളവിന് നമുക്ക് താഴ്ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിനും 1/4 ബ്ലൗസിനും നമ്മൾ ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ മാറും കേട്ടോ. ഓരോ ബ്ലൗസിനും അതിൻ്റേതായ രീതിക്ക് വേണം നമ്മൾക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ 1 ഇഞ്ചായിരുന്നു നേരത്തെ ടക്കിനായിട്ടുള്ള അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4.25 എടുത്തുവല്ലോ, അതിൻ്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ടക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയും ഞാൻ ആ ലൈന് കറക്റ്റ് കിട്ടാനായിട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടക്കായിട്ട് ഇതിനൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അളവ് മാറിയിട്ട് 3/4 ഇഞ്ചാണ് നിങ്ങൾക്ക് ടക്കിനായിട്ട് ബാലൻസ് വന്നതെന്നുണ്ടെങ്കിൽ ആ 3/4 ഇഞ്ചിനെ ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഹിപ്പ് എത്രയാണോ കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് വേണം ഈ ടക്കിൻ്റെ അളവ്. അത് നമുക്ക് തനിയെ കിട്ടും. ഈ അളവിന് ഇത്ര ടക്ക് പിടിക്കണം എന്നുള്ളത് ഈ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസിൽ ഇല്ല കേട്ടോ. അത് നമുക്ക് തനിയെ തന്നെ വരും ടക്ക് പിടിക്കാനുള്ള അളവ്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ 1/4 ഇഞ്ചേ വെക്കുന്നുള്ളൂ. പൊതുവെ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് അങ്ങനെ ഇതും നെക്കിനനുസരിച്ചിട്ടാണ് നമ്മുടെ മാറ്റം വരുന്നത് കേട്ടോ. അതായത് താഴ്ഭാഗം ചെരിച്ച് വരയ്ക്കുന്ന ലൈനിൽ പോലും നമ്മുടെ കട്ടിങ്ങിനനുസരിച്ചിട്ട് അളവ് വേണം വിടാൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ ബാക്ക് സൈഡ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലൊരു ബ്ലൗസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ആദ്യം എടുത്തിട്ട് നമുക്ക് അത് ഏത് രീതിക്കാണ് ഏത് മോഡലിലാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അറിഞ്ഞിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. അല്ലാതെ ഒരു അളവ് കിട്ടിയാൽ എല്ലാ ബ്ലൗസും അതായത് എല്ലാ അളവുകളും ഒരേ മെത്തേഡിൽ ഒരിക്കലും കട്ട് ചെയ്ത് എടുക്കരുത് കേട്ടോ. അത് ഏത് രീതിക്കാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യം തീരുമാനിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പൊതുവേ എല്ലാവർക്കും വരുന്ന പ്രശ്നമാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ലൈന് വരാതെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ബ്രസ്റ്റിലേക്ക് ഒരുമാതിരി വളഞ്ഞിട്ടുള്ളൊരു സ്റ്റിച്ചായിരിക്കും. എനിക്ക് കുറേ അളവ് ബ്ലൗസുകൾ അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇടുമ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ അവിടെയായിട്ട് ഒരു പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടാവും സൈഡ് ഭാഗത്ത്. അപ്പോൾ ആ കംപ്ലയിൻസ് ഒന്നും വരാതിരിക്കണമെങ്കിൽ ബ്രസ്റ്റിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് അതായത് അതിനനുസരിച്ച മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ബാക്കാണ് കട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫ്രണ്ടും സെൻറ്റർ ഗ്യാപ്പ് ഈ 44 സൈസ് അതായത് ബ്രസ്റ്റ് 44 സൈസാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഫ്രണ്ടിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഫ്രണ്ടും കൂടി കണ്ടിട്ട് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഈ ബാക്ക് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്യരുത്. അപ്പോൾ അതിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ച് ഡീറ്റെയിൽസ് അറിയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.